ഹലോ, നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മലമ്പുഴ ഡാമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളത്തിൽ മീൻ പിടിക്കുന്നതാണെന്ന് തോന്നുന്നു, ഇങ്ങനെ നീന്തുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഡാമിൽ ഇങ്ങനെ മീൻ പിടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവിടെ മാത്രമല്ല കേട്ടോ, വേറൊരു ഇത്തിരി അങ്ങനെ നീങ്ങിയിട്ടും ഒരാൾ ഇതേ ഇങ്ങനെ കണ്ടോ, ഒരാൾ വഞ്ചിയിലും ഇതുപോലെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, ഭയങ്കര ദൂരെയാണ് കേട്ടോ, ഞാനത് അങ്ങനെ സൂം ചെയ്തെടുത്തതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഇത്രയും വലിയൊരു ഡാമിൽ അങ്ങനെ ഇറങ്ങി മീൻ പിടിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണമല്ലേ. അപ്പോൾ നമ്മുടെ മലമ്പുഴ പാർക്കിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് വെള്ളമാണ് കാണാൻ പറ്റുന്നതെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ മനോഹരമായ നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള മൈതാനമല്ലല്ലോ, പൂന്തോട്ടം കാണാം കേട്ടോ. നല്ല പൂന്തോട്ടമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വ്യൂ ഒക്കെ പകർത്തിയതിന് ശേഷം കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ സുട്ടും അച്ഛനും പിന്നെ അമ്മയും കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ, ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വീണ്ടും നമ്മുടെ പച്ചപ്പിലേക്ക് തന്നെയാണ് കേട്ടോ വന്നത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഫോട്ടോയ്ക്ക് എടുത്താൽ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ ഷട്ടറുകൾ വരുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ അപ്പോൾ നമുക്ക് ഈ ഡാമിൽ നമുക്ക് ഒത്തിരി ആളുകൾ ഫോട്ടോ എടുക്കാൻ, ഡാം വിസിറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ദേ സുട്ടുമാൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സുട്ടുവിനെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വേഗം വന്നത്. ഈ ഒരു ഡാമിൻ്റെ അങ്ങേ ഒറ്റത്ത് വരെ നമുക്ക് പോവാം, പക്ഷേ ഞങ്ങൾ പോയില്ല കേട്ടോ, അന്ന് പോയില്ല. മഴക്കാരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ നമുക്ക് ഇവിടേക്ക് വരാം കേട്ടോ. അത് മാത്രമല്ല, റോപ്പ് വേയിൽ കയറണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിലും കയറാൻ പറ്റിയില്ല കേട്ടോ. കയറാൻ പറ്റാത്തതിൻ്റെ കാരണം സുട്ടുമോൻ അവനങ്ങനെ തന്നെ മാറിപ്പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൽ കയറിയില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്കതിൽ കയറാമെന്ന് വിചാരിക്കണോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയപ്പോൾ ഈ ഒരു വഞ്ചിയും പിന്നെ ഇവിടെ ചുറ്റും ഇതുപോലെ നല്ല മനോഹരമായ ഉദ്യാനങ്ങളും ഇങ്ങനെ ബുഷൊക്കെ നല്ല ബുഷായാലുള്ള ചെടികളായാലൊക്കെ നല്ല വെട്ടി നിർത്തി നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല പച്ചപ്പാണ്. പൂക്കൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ഒത്തിരി പല തരത്തിലുള്ള പൂക്കളും ചെടികളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമ്പലമൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതുപോലെ പല തരത്തിലുള്ള ചെടികളും പന അങ്ങനെ ചെടികളാണ് കൂടുതലിവിടെ. അപ്പോൾ എൻ്റെ ഈ ചെറിയ ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ.